കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം കർത്താവ് വലിയ കാര്യങ്ങളാണ് ചെയ്തത്. ഇന്നലെ ഒരുപാട് രോഗികളെ സൗഖ്യമാക്കി, ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ യേശു ചെയ്തു. ആ സാക്ഷ്യങ്ങളെല്ലാം കേട്ട് ഒരുപാട് കർത്താവിനെ സ്തുതിക്കുക. ഇന്നും എൻ്റെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. ഇന്നലെ കേട്ട ആ സന്ദേശം അത് അനേകർക്ക് അനുഗ്രഹമായിരുന്നു. ഇന്നും നമ്മൾക്ക് അത് കേൾക്കാം. വാസ്തവത്തിൽ കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ചയിൽ കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദർ പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം, അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇതിനെ ആസ്പദമായി ലോകം മുഴുവൻ ദുഃഖവെള്ളിയാഴ്ചയും കർത്താവിൻ്റെ ഉയർപ്പ് ഞായറാഴ്ച അഥവാ ഈസ്റ്റർ സൺഡേ നമ്മൾ ആഘോഷിക്കുക. വാസ്തവത്തിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? യേശു നമുക്ക് വേണ്ടി, നമുക്ക് പകരമായിട്ട് മരിച്ചു. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ മാനസാന്തരപ്പെട്ട ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിയിലെ പഴയ മനുഷ്യൻ മരിക്കുക. അതുകൊണ്ടാണല്ലോ ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ പഴയ മനുഷ്യൻ മരിച്ചിട്ട് പുതിയൊരു മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുക. അതാണ് ഈസ്റ്റർ സൺഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ മരണവും പുനരുത്ഥാനവും കൂടിയാണ് അവിടെ നടക്കുന്നത്. യേശു നമുക്ക് മുമ്പായിട്ട്, ആദ്യ ഫലമായിട്ട് കർത്താവ് ഇതിൽ കൂടെ മരണ പുനരുത്ഥാനത്തിലൂടെ കടന്നുപോയി. എന്നിട്ട് അവനിൽ വിശ്വസിക്കുന്ന ഓരോ മക്കളെയും ഇതുപോലെ തന്നെ മരണ പുനരുത്ഥാനത്തിൽ കൂടെ വന്ന് സ്വർഗത്തിന് അവകാശിയാക്കി മാറ്റുക. യേശു സ്വർഗാരോഹണം ചെയ്തതുപോലെ ഒരു നാൾ നാമും സ്വർഗാരോഹണം ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നമ്മൾ അത് കേൾക്കുമ്പോൾ ഈ ഒരു സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ഈ സന്ദേശം കേൾക്കണം. അത് നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈസ്റ്റർ യേശുവിന്റെ പുനരുത്ഥാനമാണോ? അതെ. എന്നാൽ വാസ്തവത്തിൽ നിന്റെ പുനരുത്ഥാനമാണ്, നിന്റെ ഉയർപ്പാണ്. ഭൂമിയിലെ നിന്റെ അവസ്ഥകളൊക്കെ മാറും, വീടിന്റെ അവസ്ഥ മാറും. ആ ഉയർപ്പ് മാത്രമല്ല, ഇപ്പോൾ തന്നെ ഉയർത്തെഴുന്നേറ്റ് അവനോട് കൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുക. ആമേൻ. അപ്പൊ ആ ഉയരങ്ങളിൽ ഇരിക്കുന്ന നമ്മളിൽ നിന്ന് കർത്താവ് ചിലത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളിലെ അല്ലെ നമ്മളിൽ ഒരാളെ ഒരു ദിവസം പെട്ടെന്ന് കേന്ദ്രമന്ത്രിസഭയിലേക്ക്, നമ്മൾക്ക് ഒരു രാഷ്ട്രീയം അറിയില്ല, ഒന്നും അറിയില്ല, ഒരു ദിവസം പെട്ടെന്ന് നമ്മളെ എന്ത് ചെയ്തിരിക്കുകയാണ്, വിളിച്ചിട്ട് പറയണം, നാളെ മുതൽ നിങ്ങൾ ഏതിലാണ്? രാജ്യത്തെ ഏറ്റവും വലിയ അതോറിറ്റിയിലാണ്. പിറ്റേന്ന് തന്നെ നിങ്ങളെയും എന്നെയും പ്രത്യേക വാഹനത്തിൽ ഫ്ലൈറ്റിൽ ഏറ്റവും പ്രധാന സ്ഥാനത്തിരുത്തി ഡൽഹിയിൽ കേന്ദ്ര ഇന്ത്യയുടെ ഏറ്റവും സുപ്രീം അതോറിറ്റി 10-20 പേര് കൂടുന്നിടത്ത് നീ ഞാനും പോയിരിക്കുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടൊന്ന് ഓർത്ത് നോക്കൂ. എന്ത് ചെയ്യും? ഒന്നും എനിക്കറിയില്ല. അതാണ് ഈസ്റ്ററിൽ നമുക്ക് പറ്റിയ പറ്റ്. അവനോടുകൂടെ ഉയർപ്പിച്ച് നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു ലെവലിൽ കൊണ്ടിരുത്തി. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ദൂതന്മാരൊക്കെ ചുറ്റും വണങ്ങി നിൽക്കുമ്പോൾ, സേവകാത്മാക്കളായി നിൽക്കുമ്പോൾ, ഇതാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂടെ ഇരിക്കേണ്ടിയ സ്തോത്രം, ഇരിക്കേണ്ടിയ നിലവാരമാണോ ഗതികേടാണോ എന്നെനിക്കറിയില്ല. എന്തോ ഒന്ന് നമുക്ക് സംഭവിച്ചിരിക്കുക. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ നിങ്ങൾ ഇരിക്കേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവിടുത്തെ ലെവലിനൊത്ത് ഞാൻ എന്ത് ചെയ്യണം? സംസാരിക്കണം. കൈകൊടുത്ത് പറഞ്ഞാൽ നാട്ടുഭാഷയൊന്നും അവിടെ നടക്കില്ല. അവിടുത്തെ നിലവാരത്തിനൊത്ത് ഞാൻ ചിന്തിക്കണം, വേണ്ടേ? അവിടെ വർത്താനം പറയുന്ന രീതിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒക്കെ സംസാരിക്കുന്ന സ്റ്റാൻഡേർഡിൽ ഞാൻ എന്ത് ചെയ്യണം? സംസാരിക്കണം. മാത്രമോ, ഇനി തിരിച്ച് ഞാൻ വാഗ്ദാനത്തേക്ക് വന്നാലോ? അതിലും പ്രശ്നമാണ്. എനിക്ക് എൻ്റെ ആ ഗവൺമെൻറ് സ്ഥാനത്ത് നിന്ന് വേണ്ട നിങ്ങളോട് ഇടപെടാൻ. ഇനി എന്നാ ഉണ്ട് അളിയോന്നൊന്നും ചോദിക്കാൻ ഒക്കെയല്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞു തരിക, അല്ലേ? അപ്പം ജനങ്ങളുടെ ഇടയിൽ ഇടപെടുന്ന എൻ്റെ രീതി ഉയർന്നു, ദൈവത്തിൻ്റെ കൂടെയുള്ള എൻ്റെ ഇടപെടൽ രീതി ഉയർന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കും. ആമേൻ. അതാണ് എഫേസ്യ ലേഖനം പറയുന്നത്, നിങ്ങൾ കർത്താവിനോട് കൂടെ ഉയർത്തു ആകയാൽ. 2-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾ കർത്താവിനോടുകൂടെ ഉയർത്തു ആകയാൽ. തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് 6 അധ്യായം കിടക്കുന്ന. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം.
ആമേൻ. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞ് ആ സ്ഥാനത്തിരുന്ന് എങ്ങനെ ജീവിക്കണം എന്ന് എൻ്റെ പ്രോട്ടോക്കോൾ, എൻ്റെ പെരുമാറ്റച്ചട്ടമാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം തുടങ്ങി അങ്ങോട്ട് കിടക്കുന്നു. എൻ്റെ സ്റ്റാൻഡേർഡ്, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്. അവരൊക്കെ പറഞ്ഞ് എൻ്റെ സ്റ്റാൻഡേർഡ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇത് രണ്ടും വേദഭാഗങ്ങൾ വായിക്കുന്നതായിരിക്കും ഇന്നത്തെ പ്രസംഗം. ഒന്ന്, ക്രൂശിൽ എൻ്റെ കർത്താവ് കഷ്ടപ്പെട്ടപ്പോൾ, എൻ്റെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ പാനപാത്രം വലിച്ച് കുടിച്ചപ്പോൾ, കർത്താവ് ഒരുക്കിയ വിരുന്നിൻ്റെ മുഴുവൻ ഐറ്റവും ഞാൻ എന്ത് ചെയ്യണം? കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില വീട്ടിൽ ചെല്ലുമ്പോൾ അവരുണ്ടാക്കുന്ന ഭക്ഷണം ഭയങ്കരമാണ്, പക്ഷെ നമുക്ക് ചിലപ്പം ബുദ്ധിമുട്ടാവും. മീൻ തന്നെ വറുത്തത്, പൊരിച്ചത്, ചുട്ടത്, കറി വെച്ചത്, മപ്പാസ്, ബീഫ്, പിന്നെ ചിക്കൻ, അത് തന്നെ പല ടൈപ്പ്. സന്തോഷമാണേലും ബുദ്ധിമുട്ടാകുമോ ഇല്ലയോ? എനിക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ആ വീട്ടുകാരുടെ സ്നേഹവും കൂടെ കൂടിയാൽ വലിയ ബുദ്ധിമുട്ടാണ്. ബ്രദറെ ഇതുകൂടെ ഒന്ന് കഴിച്ചേ. അത് നമ്മൾ അല്പം കഴിക്കുമ്പോഴാണ് ഇപ്പുറത്തൂടെ മോള് വന്നിട്ട് ഇതുകൂടെ കഴിക്കുക ബ്രദറെ. പക്ഷെ അവർക്ക് എന്ത് ചെയ്യണം? ഈ ഗസ്റ്റ് എന്ത് ചെയ്യണം? പറഞ്ഞാട്ടെ, മുഴുവൻ ഐറ്റവും ബ്രദറെ ഇതൊന്നും തൊട്ടെങ്കിലും നോക്കിയാൽ. അതാണ് ഇന്നത്തെ സന്ദേശം. യേശു ആ കാൽവറിയിൽ പ്രിപ്പയർ ചെയ്തത് മുഴുവൻ നീ അനുഭവിക്കണം. എങ്കിലേ ആർക്ക് സന്തോഷമുള്ളൂ. ആണി അടിച്ച് ആണിയുടെ വേദന മാറത്തുള്ളൂ, തലയിലെ മുൾക്കിരീടത്തിന്റെ കഷ്ടത മാറത്തുള്ളൂ. നീ അനുഭവിക്കണം, നീ അനുഭവിക്കണം, നീ അനുഭവിക്കണം, നീ അനുഭവിക്കണം. ആമേൻ. അങ്ങനെ യേശു ക്രൂശിൽ നേടിയത് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ചില വാക്യങ്ങൾ വായിക്കും. കൂടാതെ യേശു ഈസ്റ്ററിൽ ഉയർത്തകൂടെ നമ്മളെ ഉയർത്തിയ പൊസിഷനിൽ നമ്മൾ എങ്ങനെ വർത്തിക്കണം. ഹല്ലേലൂയ. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞേ കുറച്ചുകൂടെ ഡീസൻ്റ് ആകാനുണ്ട്. ഹല്ലേലൂയ. വാസ്തവത്തിൽ ഈ സഭ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയോ? നമുക്കിങ്ങനെ അബദ്ധത്തിൽ പെട്ടെന്ന് വീണ് കിട്ടിയ രാജസ്ഥാനത്ത് എങ്ങനെ വർത്തിക്കണമെന്നുള്ള പെരുമാറ്റച്ചട്ടം പഠിപ്പിക്കുന്ന സ്ഥലമാണ് ഏത്? സഭ. ഒന്ന് രണ്ട് പറഞ്ഞ് സഭയെ വന്നാൽ നിങ്ങൾക്ക് പുതിയ പൊസിഷൻ ഒന്നും കിട്ടില്ല. പറഞ്ഞാട്ട് കിട്ടിയ പൊസിഷനിൽ എങ്ങനെ ആക്ട് ചെയ്യാമെന്ന് പഠിപ്പിക്കുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശു ക്രൂശിലേക്ക് പോകുമ്പോൾ നമ്മളുടെ കയ്യിലെ തിന്മകളെല്ലാം എടുത്തോണ്ടാണ് കർത്താവ് പോയത്. പിതൃപാരമ്പര്യത്തിലൂടെയോ നമ്മുടെ ചെയ്തികളിലൂടെയോ പൈശാചിക ബന്ധനങ്ങളിലൂടെയോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സകല തിന്മകളും കർത്താവ് ഏറ്റെടുത്തു. അതിൻ്റെ പെനാൽറ്റി മുഴുവൻ ക്രൂശിൽ കർത്താവ് അനുഭവിച്ചു. അതിൻ്റെ ന്യായവിധി മുഴുവൻ അവൻ്റെ മേലായി. എൻ്റെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. മുഴുവൻ സഹിച്ചു. ആ ക്രൂശിൽ കഷ്ടപ്പെടുമ്പോൾ അമ്മ ആ അടുപ്പത്ത് കിടന്ന് കഷ്ടപ്പെടുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് എനിക്ക് കാണണമെന്ന് ആഗ്രഹിച്ച പോലെ ക്രൂശിൽ വെച്ച് എൻ്റെ കർത്താവ് ആഗ്രഹിച്ചത് നീയും ഞാനും ചില വിടുതലുകൾ അനുഭവിക്കാൻ. നമുക്ക് വായിക്കാം 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ചു മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത് വഹിച്ചുകൊണ്ട് യേശു എന്ത് ചെയ്തു? ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എല്ലാവരും പറഞ്ഞ അവൻ പാപമാക്കപ്പെട്ടു. പറയുക, ഞാൻ നീതീകരിക്കപ്പെട്ടു. അവൻ അടിപ്പിണരുകളേറ്റു, ഞാൻ സൗഖ്യമായിരിക്കുന്നു. പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മേൽ വരില്ല. റോമാലേഖനം 3:27 പറയുകയാണ്, ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗത്താൽ. എന്താണ് കർമ്മമാർഗം? അതാണ് പഴയ നിയമം, ന്യായപ്രമാണം. നീ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ നീ അനുഭവിക്കുക, നിന്റെ ചെയ്തികളുടെ കോൺസിക്വൻസ് നീ അനുഭവിക്കുക. അതാണ് കർമ്മമാർഗം. നിന്റെ കർമ്മത്തിന്റെ ഫലം എന്ത് ചെയ്യുക? നീ അനുഭവിക്കുക. എന്നാൽ ക്രിസ്തുവിലൂടെ ലോകത്തിന് നൽകപ്പെട്ട ശ്രേഷ്ഠമായ മാർഗമാണ് വിശ്വാസമാർഗം. അതെന്താണെന്നറിയോ? നിന്റെ കർമ്മത്തിന്റെ ഫലം ഞാൻ ഏറ്റെടുക്കുകയാണ്.
ഞാൻ ആ ശിക്ഷ അനുഭവിച്ചത് മുഖേന ഉണ്ടാകുന്ന എല്ലാ സൽഫലങ്ങളും നീ സൗജന്യമായി വിശ്വാസത്താൽ പ്രാപിക്കുക. കർത്താവ് ക്രൂശിൽ മരിച്ച് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ താനായി വീട്ടിലേക്ക് വരില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാട്ടിൽ മുഴുവൻ ഇലക്ട്രിസിറ്റി വന്നാലും നമ്മുടെ വീട്ടിൽ കറണ്ട് വരില്ല. ഞാൻ കണക്ഷൻ എടുക്കണം. എല്ലാവരും പറഞ്ഞാട്ടെ, 1-2 പേരോട് പറഞ്ഞാട്ടെ. നാട്ടിലെല്ലാം ദൈവം വൈദ്യുതീകരിച്ച് കഴിഞ്ഞു. സ്വർഗത്തിൽ വരുന്ന അനുഗ്രഹത്തിൻ്റെ ലൈൻ എവിടെയെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു. നമ്മുടെയും വീടിൻ്റെ മുമ്പിൽ കൂടെ ഇപ്പോൾ പോവുകയാണ്. അതാണ് സുവിശേഷവുമായി ലോകത്തെല്ലാം ലൈൻ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി? തന്നെ നമ്മുടെ ലൈറ്റ് കത്തത്തില്ല. ഞാൻ എന്ത് ചെയ്യണം? കണക്ഷൻ വിശ്വാസത്താൽ അതിലോട്ട് പിടിപ്പിച്ചാൽ മതി. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ടാണ് 1 പത്രോസ് 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയണ, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഉറക്കെ പറയാ, ഞാൻ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അനുഗ്രഹം അനുഭവിക്കാൻ എന്നുള്ളിടത്ത് ഇംഗ്ലീഷിൽ ടു ഇൻഹെറിറ്റ് എ ബ്ലെസ്സിങ് എല്ലാം പറഞ്ഞ ഇൻഹെറിറ്റ് എന്ന് പറഞ്ഞ അവകാശമാക്കുവാൻ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇപ്പോൾ നമ്മുടെ അപ്പൻ കുറേ സ്ഥലം വാങ്ങി എൻ്റെ പേരിൽ അല്ല നിങ്ങളുടെ പേരിൽ എഴുതി തന്നു. എഴുതിയിട്ട് ആ വിൽപത്രം അലമാരയിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ കുഞ്ഞായിരുന്നു, എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോൾ ഇതാ ഒന്നുമില്ലാത്തവനായി കഷ്ടപ്പെടുക. എനിക്ക് അങ്ങനെ ഒരു അവകാശം ഉണ്ടെന്ന് എനിക്ക് എന്ത് ചെയ്യില്ല, അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അത് അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ അവിടെ ചെല്ലുന്നില്ല. കൈകൊടുത്ത് പറഞ്ഞാൽ നിന്റെ അനുഗ്രഹത്തിന് ഇടയ്ക്കിടയ്ക്ക് നീ ചെല്ലണം. ഞാനവിടെ നോക്കുന്നില്ല, ഞാനവിടെ വേലി കെട്ടിയിട്ടില്ല. ആരുടെ ആ നാട്ടുകാർക്കാർക്കും അറിയില്ല. അതുകൊണ്ട് ആൻറ്റി സോഷ്യൽ എലമെൻസ് ഒക്കെ ഇവിടെ കയറി കിടക്കുകയാണ്. എനിക്കും അറിയില്ല. അതുകൊണ്ട് ആരാ അത് അന്യാധീനപ്പെടുത്തിയിരിക്കുക? പിശാച് അതെല്ലാം അന്യാധീനപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഞാനത് അറിയണം. ഉറക്കെ പറഞ്ഞേ. നമ്മുടെ വിചാരം അച്ചായൻ ആ പാടെ എനിക്കൊന്നും തന്നില്ല, ആ പാടെ 5-6 പേപ്പറാണ് തന്നെ. കൈ കൊടുത്തറ മോളെ പേപ്പറല്ല അതെന്ന് പറഞ്ഞ്, അത് വിൽപത്രമാണ്. പറഞ്ഞാട്ടെ, ആ ബൈബിൾ എല്ലാവരും ഒന്ന് ഉയർത്തിപ്പിടിക്കുക. അവിടെ പുതിയ നിയമം, പഴയ നിയമം, ആ നിയമം എന്നൊരു പദം ഉണ്ടല്ലോ, നിയമം, അത് ലാറ്റിനിൽ നിന്ന് വന്ന ഒരു വാക്കാണ് ടെസ്റ്റമെൻറ്റം. ഉറക്കെ പറ എന്ന് പറഞ്ഞാൽ വിൽപത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ പറയുന്നു, സ്തോത്രം, ഒരു മനുഷ്യൻ, ഗലാത്യ ലേഖനത്തിൽ എബ്രായ ലേഖനം 9-ലുമുണ്ട്, ഒരു മനുഷ്യൻ ചെയ്ത വിൽപത്രമായാലും അത് ചെയ്തവൻ മരിച്ചാലേ അതെന്ത് ചെയ്യത്തുള്ളൂ, സ്ഥിരപ്പെടുകയുള്ളൂ. അപ്പോൾ വിൽപത്ര സമ്പ്രദായമൊക്കെ എന്ന് മുതലേ ഉണ്ട്, പൗലോസ്ലീഹായുടെ കാലം മുതലേ ഉണ്ട്. അപ്പം ഒരു അപ്പൻ തനിക്കുള്ള വസ്തുവകളെല്ലാം മക്കളുടെ പേരിൽ വിൽപത്രമായി എഴുതി വെച്ച് ആ അപ്പൻ്റെ മരണത്തോടുകൂടി അതെന്ത് ചെയ്യത്തുള്ളൂ, സാധുവാകുകയുള്ളൂ. അങ്ങനെ ഒരു ആട്ടിൻകുട്ടിയുടെ രക്തത്താലോ മൃഗ രക്തത്താലോ മോശ എന്ത് ചെയ്തു? ആ രക്തമെടുത്ത് പഴയ ഉടമ്പടിയുടെ പുസ്തകത്തിന്മേൽ എന്ത് ചെയ്തു? തളിച്ചു. ജനങ്ങളുടെ മേലും എന്ത് ചെയ്താണ്? വിൽപത്രം രജിസ്റ്റർ ചെയ്തതാ. എന്തോ ചെയ്താ? വിൽപത്രം. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു, പഴയ ഉടമ്പടിക്ക് ഒരു കുഴപ്പമുണ്ട്. നീ ഇത് മുഴുവൻ അനുഷ്ഠിച്ചാൽ ഇതിലെ അനുഗ്രഹം നിനക്ക് കിട്ടും. എല്ലാവരും ആ ബൈബിൾ തുറന്നിട്ട് പഴയ നിയമം മാത്രം ഒന്ന് എടുത്ത്, അതാണ് യഹൂദന്മാർക്ക് കിട്ടിയത്. ആ പഴയ നിയമം മാത്രം ഒന്ന് എടുത്തു നോക്കി. ഒരു 39 പുസ്തകമുണ്ട്, കുറേ കെട്ടുകളുണ്ട്. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള എത്ര ഗ്രന്ഥങ്ങൾ? അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം. മോശ കൊടുത്ത 5 ഗ്രന്ഥങ്ങളിൽ ആവർത്തനം 28 പറയാണ്, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും കേട്ട് ഒന്നുപോലും തെറ്റാതെ അനുസരിച്ചാൽ എന്നതിൻ്റെ അർത്ഥം എന്താണ്? സകല കൽപ്പനകളും നീ എന്ത് ചെയ്യണം? അനുസരിച്ച്. അതാണ് യാക്കോബിൻ ലേഖനം പറയുന്നത്, ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റി. പ്രൈസ് ദി ലോർഡ്. അത് മുഴുവൻ നീ അനുസരിച്ചാൽ ഈ അനുഗ്രഹമൊക്കെ നിനക്ക് ലഭിക്കും. വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, നീ വായ്പ വാങ്ങത്തിൽ നീ ഉന്നതനാവും. പക്ഷെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ കണ്ടത് വഴിയെങ്ങും ഇരുന്ന് നാട്ടുകാരോട് പിച്ച തണ്ടുന്ന അബ്രഹാമിൻ്റെ മക്കളെയാണ്. ശരിയല്ലേ? കുഷ്ഠരോഗികളെയാണ്. കാരണം എന്താണ് അതിൻ്റെ കാരണം? ന്യായപ്രമാണം അനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടിയോ? എന്തുകൊണ്ട്? അത് മുഴുവൻ അനുസരിച്ചാലേ എന്ത് ചെയ്യത്തുള്ളൂ, കിട്ടത്തുള്ളൂ. അനുസരിക്കാൻ പറ്റിയോ? പറ്റിയില്ല.
എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അവർ പറഞ്ഞു നിന്റെ കൽപ്പന ഇങ്ങോട്ട് തന്നാൽ ഞങ്ങൾ അനുസരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം ദൈവം പറഞ്ഞു, കൊച്ചുങ്ങളെ, ഞാൻ പറയുന്നിടത്തൊന്നും നിന്നെ കൊണ്ട് വരവ് നടക്കത്തില്ല. അത് തെളിയിക്കാനാ പഴയ നിയമം കൊടുത്ത്. അന്നേരമാണ് ഒരു ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഉറക്കെ പറഞ്ഞ് ചെയ്യണം. അപ്പം ലോകത്തിലെ എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ കർമ്മമാർഗമാണ്. ഞാൻ എന്ത് അതിന് മറുപടി ചെയ്താൽ നീ എന്തോ ചെയ്താലും കിട്ടത്തില്ല. ഓക്കെ, നീ ചെയ്യാൻ വന്നിരിക്കുകയാണല്ലോ, എന്നാൽ പിന്നെ എന്ത് ഈ മോശയുടെ 10 കൽപ്പനകളൊക്കെ, വ്യഭിചാരം ചെയ്തത്, കൊല ചെയ്തതൊക്കെ അനുഷ്ഠിച്ചേക്കാം. ഞാൻ പറഞ്ഞു, കർത്താവ് ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾ ഓക്കെ. കർത്താവ് പറഞ്ഞ, പക്ഷെ ഞാൻ നോക്കിയിട്ട് ഒരു കുറവ് നിനക്കുണ്ട്. നീ വളരെ മിടുക്കനാണ്, നീ നല്ല ജയിത്തുകാരനാണ്, നീ പെർഫെക്റ്റ് ആണ് ആള്. പക്ഷെ ഒരു കുഞ്ഞു കുഴപ്പം കൂടെ കിടപ്പുണ്ട്. അതേതാണ്? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് എന്നെ വന്ന് അനുഗമിക്കുക എന്ന് പറഞ്ഞു. താൻ ദുഃഖിച്ച് പോയി കളഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ഒരു മനുഷ്യനും ദൈവം ഉദ്ദേശിക്കുന്ന പ്രമാണത്തിലെത്തുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ യഹൂദന്മാരിൽ ചിലർ പറഞ്ഞു, ഞങ്ങൾ വ്യഭിചാരം ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ കൊലപാതകം ചെയ്യുന്നില്ലോ, ചിലരോട് നമ്മൾ സുവിശേഷം പറഞ്ഞു ഞങ്ങൾ അതിന് മാന്തിട്ടുന്നില്ല, ഞങ്ങളാരും വേണ്ടാതിനൊന്നും. എടാ, ചൊവ്വേ നേരം ജീവിക്കുന്നത് ഞങ്ങൾ മാനസാന്തരപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. വേറെ വല്ല പാപികളോടും പോയി പറ, ആ സെൻട്രൽ ജയിലിലെങ്ങാനും പോയി സുവിശേഷം പറ. പല നാട്ടുകാരുടെയും വിചാരം സുവിശേഷം സെൻട്രൽ ജയിലിലേക്കുള്ളതാണെന്ന്. അപ്പം ഞങ്ങൾ വ്യഭിചാരം ചെയ്യുന്നില്ല, ഞങ്ങൾ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ യഹൂദനോടാണ് കർത്താവ് പറഞ്ഞത്, സ്തോത്രം, വ്യഭിചാരം ചെയ്യരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ മോശ പറഞ്ഞ്, ഞാനോ നിങ്ങളോട് പറയുന്നത്. അടുത്തിരിക്കുന്നവൾ പറഞ്ഞ്, മോശ പറഞ്ഞതല്ല യേശുവിന് പറയാനുള്ളത്. ഒരു സ്ത്രീയെ മോഹത്തോടെ നോക്കിയെങ്കിൽ നീ എന്ത് ചെയ്ത് കഴിഞ്ഞു? അപ്പം മോശ ഉദ്ദേശിച്ച ധാർമ്മിക പ്രമാണം ദൈവത്തിന് ഉദ്ദേശിക്കുന്ന ധാർമ്മിക പ്രമാണത്തിൻ്റെ അടുത്ത് പോലും വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ പറഞ്ഞു, സ്നേഹിതനെ നിസ്സാര എന്ന് വിളിച്ചാൽ നീ എന്ത് ചെയ്ത് കഴിഞ്ഞു? നീ കൊലപാതകയായി കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിപ്പാനത്ര ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ പറഞ്ഞ്. അവിടെ നമ്മൾ അതിൻ്റെ അർത്ഥം നോക്കിയാൽ ടു കംപ്ലീറ്റ് ആൻഡ് ഫുൾഫിൽ എന്ന ന്യായപ്രമാണം, മോശ പറഞ്ഞ ന്യായപ്രമാണത്തിൻ്റെ കംപ്ലീറ്റ് ലെവൽ നിങ്ങൾക്ക് എന്താണെന്ന് പറയാനാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് ആർക്കും അത് അനുഷ്ഠിക്കാനൊക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ. ഉറക്കെ പറഞ്ഞേ, അതാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഓർക്കേണ്ടത്. കൈകൊടുത്ത് പറഞ്ഞേ, അതൊരു ദുഃഖമാണെങ്കിലും ഇതൊരു സന്തോഷ വെള്ളിയാഴ്ച തന്നെയാണ്. നിനക്ക് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ. നിനക്ക് 100 മാർക്ക് നേടാൻ പോയിട്ട് 1 മാർക്ക് പോലും കിട്ടാഞ്ഞിടത്ത് നിൻ്റെയും എൻ്റെയും 0 മാർക്ക് ലിസ്റ്റ് മുഴുവൻ എടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ച് നമുക്ക് വിരോധമായുള്ള കൈയെഴുത്ത്, നമുക്ക് വിരോധമായുള്ള, അങ്ങനെ നമ്മളെല്ലാവരും ആരുടെ സ്കൂളിൽ ചേർന്നിരുന്നു? മോശയുടെ സ്കൂളിൽ, കർമ്മമാർഗത്തിൻ്റെ സ്കൂളിൽ ചേർന്നിരുന്നു. ഒടുവിൽ കർമ്മമാർഗത്തിൻ്റെ പ്രിൻസിപ്പാൾ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 0. എത്രയാണ്? നമ്മളവിടെ ചെന്നിട്ട് ഞാനിതുവരെ വിചാരം ചെയ്തിട്ടില്ല, 100 ഇട്ടേര് സാറേ. സാറ് പറഞ്ഞു, എന്തോ ചെയ്യാനാ, നിൻ്റെ മനസ്സിൽ കൂടെയും ചിന്ത പോയിട്ടുണ്ടോ? ഉണ്ട്. എന്നാൽ 100ൻ്റെ ഭാഗത്ത് 0 ഇട്ടേര്. 1-2 പേരോട് പറഞ്ഞാട്ടെ, മാർക്ക് ലിസ്റ്റ് എന്നെ കാണിക്കണമെന്നില്ല. അപ്പം നമ്മുടെ എല്ലാ മാർക്ക് ലിസ്റ്റ് എത്ര ഉണ്ടായിരുന്നുള്ളൂ ദൈവത്തിൻ്റെ നോട്ടത്തിൽ പറഞ്ഞാട്ടെ. പക്ഷെ നമ്മൾ തമ്മിൽ നോക്കിയപ്പോൾ ഞാൻ ഇച്ചിരി മെച്ചമാണെന്നൊക്കെ തോന്നി. 1-2 പേരോട് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരുപോലെ ഉള്ളൂ. നമ്മുടെ വിചാര ക്രിമിനലുകളെന്ന് വിളിക്കുന്നവർ, സെൻട്രൽ ജയിലിൽ കിടക്കുന്നവർ, ആ കേസിന് പിടിച്ചപ്പോൾ മുഖം മൂടിക്കൊണ്ട് പോകുന്ന ഈ ഫോട്ടോയിൽ വന്നവർ ഒക്കെ നമ്മളെക്കാൾ തിന്മപ്പെട്ടവരാന്ന. കൈകൊടുത്ത് പറ, കൊച്ചു കള്ള, നിന്റെ അകത്തും അവൻ തന്നെ ഇരിപ്പുണ്ടെന്നവർ. അതുകൊണ്ടാണ് വചനം പറഞ്ഞ, പാപമോ അവസരം ലഭിച്ചിട്ട്, എൻ്റെ നിൻ്റെ വീട്ടിൽ കപ്പ ഉണ്ടായിരുന്നുകൊണ്ട് അയൽവക്കംകാരൻ്റെ കപ്പ മാന്താൻ പോയില്ല, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ അത് പഠിപ്പിച്ചത് കൊണ്ട്. എന്നാൽ അത് പഠിപ്പിക്കാൻ പക്വതയില്ലാത്ത, അത് ലഭിച്ചിട്ടില്ലാത്ത ഒരുവൻ മാന്തിയപ്പോൾ അവൻ്റെ പെടലിക്കിട്ട് നമ്മൾ പിടിച്ചു, അവൻ്റെ മുതുകിന് നമ്മൾ ഇടിച്ചു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ആ കാണുന്ന കുഴപ്പക്കാരൻ എൻ്റെ അകത്തും ഇരിപ്പുണ്ട്. പക്ഷെ കൃപയാൽ ഞാൻ അങ്ങനെ ആയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. അതാണ്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ദൈവം മുമ്പിൽ ഒരുപോലെ ഉള്ളൂ. ഒരുത്തൻ പഞ്ചസാര കട്ടുപാരി തിന്നുന്നു. നമ്മൾ ജോണി എന്ന് വിളിച്ചപ്പോൾ, യെസ് പപ്പ, ഈറ്റിംഗ് ഷുഗർ, നീ പഞ്ചസാര തിന്നോ? തൂത്തിട്ടെന്തോ പറഞ്ഞു, നോ പപ്പ. മറ്റവൻ കട്ട് തിന്നേ ഉള്ളൂ, നമ്മൾ തൂത്ത കൂട്ടത്തിൽ ഇവിടെ എല്ലാം പറ്റി. ഹേയ്, നമ്മൾ ഈ കുഴപ്പമൊന്നും കാണിച്ചിട്ട്, കർത്താവ് പറഞ്ഞു, ഓപ്പൺ നിന്റെ വാ തുറക്ക്. തുറന്നപ്പോൾ ഉള്ളിൽ ഇതിൻ്റെ അപ്പുറം ഇരിപ്പുണ്ട്.
കൃപയാൽ. ആണോ? ഒന്ന് നന്ദി പറഞ്ഞു. രാവിലെ ഒരു നല്ല നന്ദിയൊക്കെ പറയൂ. ഉള്ളം തുറന്ന് കർത്താവിന് സ്തുതി അർപ്പിച്ചോ. കരങ്ങൾ തട്ടി വായി തുറന്ന്. അതാണ് സ്തോത്രം. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാതെ. അതുകൊണ്ടാണ് തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായി നമുക്കിവിടെ ചെല്ലാം. ധൈര്യത്തോടെ കൃപയുടെ സിംഹാസനം അവൻ്റെ ഹൃദയത്തിൽ നിന്ന് കൃപ ഒഴുകുകയാണ്. പാപം ചെയ്തവരോടവന് കൃപയാണ്. പാപത്തോടവന് ഏറ്റവും വെറുപ്പാണെങ്കിലും പാപിയോടവന് കനിവാണ്. തെറ്റ് പറ്റിയവനോടവന് കനിവാണ്. തെറ്റുകളോട് കർത്താവിന് യാതൊരു നീക്കുപോക്കുമില്ല, പൊത്തുവരുത്തവുമില്ല. എന്നാൽ തെറ്റ് പറ്റിയവനോട് കരുണ കാണിക്കുന്ന ഈ നല്ല കർത്താവിനെ നമുക്ക് ആർപ്പോടെ സ്തുതിക്കാൻ ദൈവമക്കളെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏത് രോഗവും ആയിക്കോട്ടെ, ബ്ലഡ് ക്യാൻസർ രോഗി ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. എൻ്റെ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. ശാരീരികമായിട്ടുള്ള എല്ലാ ബലഹീനതകളും രോഗങ്ങളും എൻ്റെ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കി ആ രോഗത്തിൽ നിന്നൊക്കെ വിടുതൽ തരും. അതുകൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ വിദേശത്തേക്ക് യാത്ര ചെയ്ത് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന വ്യക്തികൾ നിന്നെ കേൾക്കുന്നു. പല തടസ്സങ്ങൾ മൂലം ആ യാത്ര നടക്കുന്നില്ല, ജോലി ലഭിക്കുന്നില്ല, അങ്ങനെ ഭാരപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ നിന്നെ കേൾക്കുന്നുണ്ട്. എൻ്റെ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ആ കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക. രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ദാനമായി തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് രോഗികളുടെ മേൽ ഞാൻ അധികാരമെടുക്കുന്നു. അവരുടെ മേലുള്ള രോഗബന്ധനങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അഴിക്കുന്നു. ഇപ്പോൾ തന്നെ അവരുടെ മേലുള്ള രോഗബന്ധനങ്ങൾ അഴിയട്ടെ, രോഗങ്ങൾ വിട്ടുമാറട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. ബ്ലഡ് ക്യാൻസർ രോഗി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം അവരുടെ മേൽ ഇപ്പോൾ തന്നെ വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, വിദേശത്തേക്ക് പോകുവാൻ വഴി തുറക്കട്ടെ. ആ ജോലി, നല്ല ജോലി ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും വിട്ടുമാറട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സമാധാനവും സന്തോഷവും ഭവനങ്ങളിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ എല്ലാവരെയും സൂക്ഷിക്കണമേ. നന്മകൾ കൊണ്ട് നിറയ്ക്കണം. അപ്പോൾ തന്നെ കർത്താവെ, ഭവനങ്ങളിൽ നിന്ന് കാണാതെ ആയിപ്പോയ മക്കൾക്ക് വേണ്ടി വേദനിക്കുന്ന മാതാപിതാക്കളുടെ കർത്താവ് കാണിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ആ മക്കളെ ഞാൻ തിരിച്ചു വിളിക്കുക. ഇപ്പോൾ തന്നെ കർത്താവെ, അവരെവിടാണെന്നുള്ളതിൻ്റെ തെളിവ് ലഭിക്കട്ടെ. കർത്താവെ, ആ മക്കൾ വേഗത്തിൽ മടങ്ങി വരുവാൻ അവിടുന്ന് ഇടയാക്കണം. സ്വർഗത്തിലെ ദൂതന്മാർ ഇപ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. അവിടുന്ന് അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞുങ്ങൾ ഉടനെ തന്നെ നിങ്ങളെ വിളിക്കും. വേഗത്തിൽ നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളെ ലഭിക്കുവാൻ ഇടയാകും. അപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. അത് നിങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ആ തിരിച്ചറിഞ്ഞ സാക്ഷ്യങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് പറയാൻ മടിക്കരുത്. അപ്പോൾ തന്നെ എന്തെങ്കിലും പ്രാർത്ഥനാ സഹായം ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഈ നമ്പറിൽ വിളിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഇതേ ചാനലിൽ ഇതേ സമയത്ത് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ കൃപയിൽ സൂക്ഷിക്കട്ടെ.